എമ്പുരാൻ കണ്ടിറങ്ങിയ ഇതേ വഴി കൂടെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് വന്നത്. വെറുതെ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അപാര കഴിവുള്ള മനുഷ്യനാണ്, സമ്മതിച്ചിരിക്കുന്നു. ശരിക്കും ഞെട്ടിച്ചു. പണ്ടത്തെ ആ ഒരു ഇത് എനിക്ക് തോന്നി. ലാലേട്ടൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കാത്തിരുന്നല്ല. ഇപ്പം പല സിനിമകളിലും പല കൈൻഡ് ഓഫ് ആക്ടിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ലാലേട്ടനായിട്ട് ഇരിക്കുന്നത്. നന്നായിട്ടുണ്ട്. വളരെ സൂപ്പർ പടം. നല്ല പടം, അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. എമ്പുരാൻ കണ്ടിറങ്ങിയ ഇതേ വഴി കൂടെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് വന്നത്. പക്ഷേ തുടരും കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി, സൂപ്പറാണ്. ഭയങ്കര രസമാണ്. ലാലേട്ടൻ പൊളിയാണ്, പൊളിച്ചിട്ടുണ്ട്. വെറുതെ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അടിപൊളി ഫിലിം, നല്ലതാണ്. മോള് പറഞ്ഞതുപോലെ തന്നെ സൂപ്പറായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ. ലാലേട്ടൻ്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോഴും പ്രമരത്തിന് ശേഷം ഇത്രയും നല്ല പെർഫോമൻസ് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഒരു ആക്ടർ, നമ്മൾ ഓഫ് കോഴ്സ് വില്ലൻ്റെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ബിനു പപ്പു ഇസ് അമേസിങ്. അയാളുടെ നേരത്തെ ഇപ്പോൾ ഓപ്പറേഷൻ ജാമ്യനാണ് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് അതിൽ എത്ര പേര് ബിനു പപ്പുവിനെ പറ്റി സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ചു പറഞ്ഞത് ബിനു പപ്പുവിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. വളരെ സട്ടിൽ ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളി ചെയ്യുകയും ചെയ്തു. ഐ എം സോ ഹാപ്പി അബൌട്ട് പെർഫോമൻസസ്. വളരെ നല്ല പെർഫോമൻസാണ് സിനിമയിലുള്ളത്. ബാക്കി ഓഫ് കോഴ്സ് സിനിമയുടെ ക്രാഫ്റ്റും ബാക്കി ടെക്നിക്കാലിറ്റിയും എല്ലാ സൈഡും നല്ലതാണ്. യെറ്റ് പെർഫോമൻസ് ആയിട്ടാണ് അതിൻ്റെ ഏറ്റവും സ്ട്രോങ്. അതിൽ 3 പേര്, മോഹൻലാൽ, ബിനു പപ്പു, ദെൻ വില്ലൻ. താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല എൻ്റെ ഡീഗ്രേഡിങ് സൈഡിനെ പറ്റി ഞാൻ വേറെ അധികം കേട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു സാധാരണ ഡ്രാമാറ്റിക് എലമെൻറ്റുള്ള സാധാരണ മലയാള സിനിമയുടെ ഒരു ഡ്രാമ എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ സിനിമ മൊത്തത്തിൽ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോറിയേക്കാൾ ഉപരി എനിക്ക് അതിൻ്റെ പെർഫോമൻസ് സൈഡ് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല ലാഗ് അടിപ്പിക്കുന്നു തോന്നിക്കുന്ന ചില സൈഡുകളുണ്ടെങ്കിലും പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം പെർഫോമൻസ് അതിനെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ എനിക്കറിയില്ല, അത് ഒരുപക്ഷെ ഞാൻ ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചുവരവ് ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. നമ്മളതിനെ കമ്പാരിസൺ ചെയ്യുന്നത്. പക്ഷേ വില്ലൻ ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആദ്യത്തെ പെർഫോമൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. മേ ബി അയാൾ ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഈ രണ്ടുപേരെ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടനെയും അറിയാം, ബാക്കി എല്ലാ ആക്ടേഴ്സിനും അറിയാം. എന്നാലും ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയത് ബിനു പപ്പുവിൻ്റെ പെർഫോമൻസാണ്. എനിക്ക് പുള്ളിയെ നേരിട്ട് കണ്ടാലൊന്ന് നേരിട്ട് അഭിനന്ദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. നല്ല പടം, ഇതേപോലെ നല്ലൊരു പടം. വളരെ എന്താ മോനെ, അയ്യോ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അപാര കഴിവുള്ള മനുഷ്യനാണ്, സമ്മതിച്ചിരിക്കുന്നു. പറയാതിരിക്കാൻ ഒക്കില്ല. അടിപൊളി പടം. കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായ പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. ശരിക്കും ഞെട്ടിച്ചു. പണ്ടത്തെ ആ ഒരു ഇത് എനിക്ക് തോന്നി. ലാലേട്ടൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. വില്ലൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അടിപൊളി മൂവി, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും നന്നായിട്ട് ചെയ്യും. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ലാലേട്ടൻ തന്നെയാണ്, ഓൾവേസ് ലാലേട്ടൻ. അങ്ങനെയല്ല, കാത്തിരുന്നല്ല. ഇപ്പം പല സിനിമകളിലും പല കൈൻഡ് ഓഫ് ആക്ടിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ലാലേട്ടനായിട്ട് ഇരിക്കുന്നത്. സോ ഇതും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു, ഇഷ്ടപ്പെട്ട അഭിനയമായിരുന്നു. അടിപൊളിയായിരുന്നു ചേട്ടാ, അടിപൊളിയായിരുന്നു.